ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മ രജിസ്റ്റർ മാരേജിൻ്റെ ആ സത്യം അറിയാൻ കേട്ടോ. പത്മക്കാണെങ്കിലോ പേപ്പർ കിട്ടാത്തത് കൊണ്ട് തന്നെ യതീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കോഫി ചോദിച്ചിട്ട് അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് രാജു പേപ്പറുമായി വരുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ ഓടിച്ചെന്ന് ആ പേപ്പർ വാങ്ങുന്നുണ്ട് കേട്ടോ. രാജു അല്ല, മണി. അങ്ങനെ ആ പേപ്പർ വാങ്ങി വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അതിനെന്തെങ്കിലും അടവുകൾ പറഞ്ഞേക്കേ എന്നും പറയുന്നുണ്ടല്ലോ. പിന്നീട് പത്മ എങ്ങനെ നോക്കിയിട്ടും പത്മക്ക് പേപ്പർ കിട്ടുന്നില്ലെന്ന് കാണുമ്പോൾ വിജയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ആ സമയം സൂര്യയാണെങ്കിലോ അച്ഛനോട് പറയണേ, ഇന്നത്തെ ഒരു ദിവസം അമ്മ പേപ്പർ കാരണമായിരുന്നത്, അതിനുള്ള വഴികൾ എന്തെന്ന് നോക്കണം, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നീടും അവളുടെ കണ്ണിൽ പേപ്പർ കാണുകയാണെങ്കിൽ എനിക്കൊരു രക്ഷയില്ല എന്ന് യതീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം വിജയ് കാണാൻ കയറി വരുന്നത്. വിജയ് പറയണം, ഞാനിവിടുത്തെ ആൻറ്റിക്ക് പേപ്പർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടെ പോയിട്ടാണ് പേപ്പർ മേടിച്ചതെന്നറിയോ. അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് അവിടെ ഇരിക്കുന്നത് ഈ പറയുന്ന സൂര്യയും യതീന്ദ്രനും. അപ്പോൾ സൂര്യ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ആൻറ്റിക്ക് പേപ്പർ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെ പോയാണ് വാങ്ങിയതെന്നറിയോ. അങ്ങനെ ഇനി ആൻറ്റിയുടെ കൈകളിൽ കൊടുക്കാൻ പോകുന്നു, ഇതിലെന്താ ഉള്ളതെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആ പേപ്പർ അങ്ങ് തുറന്ന് നോക്കുമ്പോഴേക്കും സൂര്യ അവിടെ വന്നിട്ട് പറയണതേ, ആ പേപ്പർ ഇങ്ങനെ തന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണ്ടോ. ഇത് നല്ല കേടാടിയാ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എവിടേക്ക് തെണ്ടിത്തിരിഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്ന ഈ പേപ്പർ അളിയനെങ്ങനെ തരും? ഇതൊന്ന് തരുന്നുണ്ടോ? ഇല്ല, ഞാനിത് തരില്ല, ഇത് എനിക്ക് വായിക്കാനുള്ളതാണ്, ഇത് ഞാൻ തരില്ല. അത് കേട്ട ഉടൻ തന്നെ അതൊന്നും പറ്റത്തില്ല, ഒന്നങ്ങ് തായോ, പകുതി അളിയെ വാങ്ങിച്ചോ, എന്നാൽ ഞാൻ സിനിമ പേജ് എടുക്കട്ടെ. സിനിമ പേജ് ഇടിച്ചോ എന്നും പറഞ്ഞിട്ട് സൂര്യ ആ പേപ്പർ കൊടുക്കണം കേട്ടോ. പിന്നീട് ഈ ഒരു വിവാഹത്തിൻ്റെ ആ പേജ് സൂര്യ പതിയെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഇരുന്ന് വായിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സൂര്യ ഈ ഒരു കഷ്ണം ഇല്ലാതാക്കണം. അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് പത്മ. അപ്പോൾ പത്മ ചോദിക്കുകയാണ്, എന്തായി വിജയ്, പേപ്പർ കിട്ടിയോ? ആ ആൻറ്റി ഇതാ കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറിൻ്റെ പാതി കൊടുക്കുകയാണ്. ആ പോയ സമയം കൊണ്ട് തന്നെ ഇവിടെ സൂര്യ ആ പേപ്പറിൻ്റെ പാതി ഭാഗം, അതായത് ഇവരുടെ ആ ഒരു കല്യാണത്തിൻ്റെ അറിയിപ്പുണ്ടല്ലോ, അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നീട് സൂര്യ സമാധാനമായി എന്ന് പറഞ്ഞ് പോക്കറ്റിലിട്ട് പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇതൊന്നും പത്മക്കറിയില്ല. പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് രാജു പറയാണ് നന്ദിനിയോട്, ഇതിപ്പോൾ എന്താ കഥ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സത്യത്തിൽ എന്താണ് ഇവിടെ പേപ്പർ കിട്ടാതിരിക്കാൻ വേണ്ടി, അതും പത്മ ഇവിടുത്തെ ആൻറ്റി പേപ്പർ കിട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് മണിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത് സംഭവം നന്ദിനിയോട് ചോദിക്കുക. അപ്പോൾ നന്ദിനി പറയണേ, എനിക്കൊന്നും അറിയത്തില്ല, ഇവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ, എന്താണ് ഇവർ ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പോൾ ആ പേപ്പറിൽ എന്തായിരിക്കും, എനിക്കും ആ പേപ്പർ തുറക്കാൻ ആകാംക്ഷയായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മണിയേട്ടാ, ഇവർ പണക്കാരാണ്, ഇവരുടേതായ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കും, ഇതിലൊന്നും തൊടാനോ പിടിക്കാനോ നമ്മൾ നിൽക്കാനോ ഒന്നും നിൽക്കില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കി നമ്മുടെ പണിയെ ചെയ്ത് നമുക്ക് ജീവിക്കാം. മണിയേട്ടൻ കോഫി ഇടാനുള്ള ആ പാത്രം എടുത്തേ എന്ന് പറയട്ടോ. അങ്ങനെ കോഫി ഇടാനുള്ള പാത്രം എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതങ്ങ് കഴിഞ്ഞു പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം പിന്നീട് വിജയും അതുപോലെ തന്നെ സൂര്യയും കൂടി വക്കീലിൻ്റെ രജിസ്ട്രാറുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രജിസ്ട്രാർ ചോദിക്കുകയാണ്, ഇതുവരെ ആരും തന്നെ വന്നിട്ടില്ല, ഈ വിവാഹത്തിന് എന്തെങ്കിലും എതിർപ്പായിട്ട് ഇതുവരെ ആരും തന്നെ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി പേടിക്കാനില്ല, ഈ വിവാഹം നമുക്ക് ധൈര്യത്തിൽ നടത്താമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സൂര്യക്ക് സമാധാനമാവാണ്. അപ്പോൾ നാളത്തെ ഒരു ദിവസമുണ്ടെങ്കിൽ ഈ വിവാഹം നടന്നിരിക്കും, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. എന്തായാലും ഈ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഇത്രയും സമയമായിട്ടും ഇതുവരെ ആരും തന്നെ വന്നിട്ടില്ല, അതുകൊണ്ട് പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ സൂര്യ, എന്തായാലും എൻ്റെ അമ്മയെ തോൽപ്പിച്ച് വേണമല്ലോ ഈ വിവാഹം നടത്താൻ വിവേക്, ഇന്നൊരു രാത്രിയും കൂടിയും കഴിഞ്ഞ് കിട്ടണമല്ലോ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ആ പേപ്പർ കൊണ്ടായിരുന്നല്ലോ പ്രശ്നം ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ആ പേപ്പർ ഇപ്പോൾ എന്തായാലും വായനയുടെ സമയം കഴിഞ്ഞല്ലോ, ഇനി പത്മ ആൻറ്റി അറിയുകയോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് സൂര്യ രാത്രിയാകുമ്പോൾ വീട്ടിലെത്താണ്. അപ്പോൾ കാണാം നന്ദിനി ഒരുപാട് ഡ്രസ്സുകൾ സൂര്യയുടെ ഇങ്ങനെ അലക്കാനെടുക്കുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ സൂര്യ ചോദിക്കുകയാണ്, എന്താ നന്ദിനി നീ കാണിക്കുന്നത്, എന്തിനാ ഈ ഡ്രസ്സ് ഇപ്പോൾ അലക്കാൻ എടുക്കുന്നത്? അതെ സൂര്യ സാർ, ഇതൊക്കെ ഇപ്പോൾ മെഷീനിലിട്ട് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോഴേക്കും എനിക്ക് ഇത് രാത്രിയിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ
അതെടുത്ത് ഉണക്കിയാൽ മതി. അതൊന്നും ഇപ്പം ചെയ്യേണ്ട നന്ദിനി, അതവിടെ വെക്ക്. അതൊന്നും പറയല്ലേ സൂര്യ സാർ, എനിക്ക് ഓരോ പണികൾ അടുക്കും ചിട്ടയോടുകൂടി ചെയ്തു വെക്കണം. എന്നാൽ എൻ്റെ പണിക്ക് ഒരുപാട് ഭാരം കുറയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം തന്നെ ചെയ്യണം. ഞാനിതങ്ങ് മെഷീനിലിട്ട് വരുന്നതുകൊണ്ട് സൂര്യ സാറിന് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. ഈ സമയത്ത് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. അത് പറ്റില്ല സാറ്, സാറ് ഇവിടെ ഇരിക്കും, ഞാനൊരു മിനിറ്റ് കൊണ്ട് ഇപ്പോൾ വരാം. ഓ ആയിക്കോട്ടെ, അപ്പം നാളത്തെ കാര്യം നീ മറക്കരുത് കേട്ടോ. നാളെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് നന്ദിനി എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനി ഈ ഷർട്ടുകളെല്ലാം കൂടി പെറുക്കിയെടുത്ത് പോകുന്ന സമയത്ത് സൂര്യ അതിലോട്ട് ഈ പേപ്പർ ഉണ്ടല്ലോ, അതായത് ഈ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് സൂര്യ എന്ത് ചെയ്യും, പോക്കറ്റിൽ വെച്ചിട്ടാണല്ലോ അന്ന് പോയത്. അപ്പോൾ ആ ഒരു ഭാഗം കോണിയുടെ സ്റ്റെപ്പിലാണ് വീഴുകയാണ് കേട്ടോ. അതോടുകൂടി കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയാണ്. ഇത് നന്ദിനി കാണുന്നില്ല. നന്ദിനിയാണെങ്കിലോ ഈ ഡ്രസ്സ് എടുത്ത് ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് വിജയും അതുപോലെ തന്നെ ഇന്ദ്രജയും കൂടി കോണി കയറാൻ വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ വിജയ് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അനിയൻ ആൾ വിചാരിക്കുമ്പോഴല്ല, അവൻ എന്തെങ്കിലും പദ്ധതിയും പ്ലാനുകളും ഇനി അടുത്തതുമായി വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. ഇപ്പോൾ ഉമ്മയമ്മാദേവി വിളിച്ചിട്ട് കണ്ടില്ലേ പറഞ്ഞത്, അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അവർ വന്നപ്പോൾ സുമംഗലി പൂജ എത്ര ഭംഗിയായിട്ടാണ് നടത്തിയത്, എനിക്ക് ആർക്കെങ്കിലും എതിർക്കാൻ പറ്റിയോ? എല്ലാ കാര്യവും ഇവിടെ അങ്ങനെയാണ്, അവൻ നല്ല അപാര ബുദ്ധിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നുണ്ട് ഈ പറയുന്ന ഇന്ദ്രജയ്ക്ക്. അങ്ങനെ ഇന്ദ്രജ സ്റ്റെപ്പ് കയറുമ്പോഴാണ് ഒരു പേപ്പറിൻ്റെ തുണ്ട് കിടക്കുന്നത് കാണുന്നത്. അത് കണ്ട ഉടനെ ഇന്ദ്രജ ആ പേപ്പർ എടുക്കുകയാണ്. അങ്ങനെ പേപ്പർ എടുത്ത് ഇന്ദ്രജ അത് തുറന്ന് നോക്കുമ്പോൾ ഇന്ദ്രജയെ ഞെട്ടിപ്പിച്ച ആ ഒരു സംഭവമാണ് കേട്ടോ. അതായത് ഇവിടെ സൂര്യയുടെയും നന്ദിനിയുടെയും രജിസ്റ്റർ മാരേജാണ് നാളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ ഇതെന്താ, അതൊക്കെ ഉണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവം ഉണ്ടാവാൻ പോകുന്നുണ്ടെന്ന്, എന്തോ അവരുടെ ഇടയിൽ ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് തോന്നിയതല്ലേ, അതുകൊണ്ട് വാ എന്നും പറഞ്ഞിട്ട് അകത്തോട്ട് വിളിച്ചു കൊണ്ട് പോകണേട്ടോ. അപ്പോൾ എന്താ എന്താ എന്നോട് പറ എന്നൊരുപാട് പ്രാവശ്യം ചോദിക്കും. അതൊക്കെ ഞാൻ പറയാം, നിങ്ങൾ അകത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ അകത്തെത്തുമ്പോഴാണെങ്കിലോ ഈ ഒരു ഇത് എന്താണെന്ന് ചോദിക്കാണ് വിജയ്. വിജയ് നീ ഇത് വായിച്ചു നോക്കിയേ. അപ്പോഴേക്കും വിജയ് ഇത് വായിക്കുകയാണ് കേട്ടോ. വിജയ് ആണെങ്കിൽ ആഹാ എന്താ നിൻ്റെ അനിയൻ കള്ളൻ അറിയോ, ഇപ്പം കണ്ടില്ലേ ആരും അറിയാതെ അവരുടെ രജിസ്റ്റർ മാരേജ് ഇത്ര ധൃതി പിടിച്ച് നടത്തുന്നത് എന്തിനായിരിക്കും? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനാ ഇത്ര ധൃതി പിടിച്ച് രജിസ്റ്റർ മാരേജ് നിൻ്റെ അനിയൻ നടത്തുമോ എനിക്കറിയില്ല. ആദ്യം അമ്മ ഇതുപോലെ രജിസ്റ്റർ മാരേജ് അന്ന് അച്ഛനാണ് നടത്താൻ ഒരുങ്ങിയത്, അന്ന് അമ്മ തടഞ്ഞു. ഇപ്പോൾ സൂര്യ രജിസ്റ്റർ മാരേജ് നടത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പണി നമുക്ക് വരാനുള്ളതായിരിക്കും. അപ്പോൾ ഇതെന്തായാലും അവന് വെറുതെ വിടാൻ പറ്റില്ല. അമ്മയെ ഇപ്പോൾ വിവരം അറിയിക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം ഈ പാതിരാത്രി എല്ലാവരും കിടന്നിട്ടുണ്ടാവും, നിൻ്റെ അച്ഛനുണ്ടാവും എന്ന് പറയുന്നത്. എന്നാലും വേണ്ടില്ല, നമുക്കൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ തൻ്റെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രജ തൻ്റെ ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ ഉടൻ തന്നെ പത്മയാണെങ്കിൽ കിടക്കുന്ന ആ ഒരു സമയമായിരിക്കും. അപ്പോൾ പത്മ ചോദിക്കുകയാണ്, എന്താ എന്താ ഇന്ദ്രജ ഈ അസമയത്ത് വിളിക്കുന്നത്? ഞാൻ കിടക്കുകയായിരുന്നു. അമ്മ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ. അമ്മ ഉറങ്ങുമ്പോൾ അമ്മയുടെ ഉറക്കം കിടത്തുന്ന രാത്രികളായി മാറും. ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? മുഴുവനും വെച്ച് സംസാരിക്കാതെ കാര്യം എന്താ ചങ്ങ് പറ. ഓ പറയാം അമ്മ, എന്തായാലും ഒന്നിങ്ങ് വന്നേ. ഈ സമയത്തോ? അതെ, ഉറക്കത്തിനേക്കാൾ വലിയൊരു സത്യം ഞാൻ അമ്മയോട് പറയാൻ പോവാണ്. അമ്മ ഇങ്ങ് വന്നേ. എന്തിനാടി, എന്താ കാര്യം നീ പറ. വായു എന്നല്ലേ പറഞ്ഞത്? അമ്മ ഇനി നേരം വഴുകിക്കേണ്ട, ഇപ്പം തന്നെ വായു എന്ന് പറയട്ടോ. അങ്ങനെ പത്മയാണെങ്കിൽ ഇന്ദ്രജയുടെ റൂമിലോട്ട് വരികയാണ്. എന്തെന്നറിയാൻ വേണ്ടി പതിയെ ഇങ്ങനെ വരികയാണ്, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ദ്രജയോട് ചോദിക്കുകയാണ്, എന്തിനാടി നീയും നിൻ്റെ ഭർത്താവും കൂടി ഈ അസമയത്ത് എന്നെ വിളിച്ചു വരുത്തുന്നത്? വെറുതെ ഒന്നും അമ്മയെ വിളിച്ചു വരുത്തില്ലല്ലോ. ഈ പേപ്പറിൻ്റെ തുണ്ടൊന്ന് വായിച്ചു നോക്ക്. ഈ ചെറിയ തുണ്ടാ, ഇതിലെന്താന്ന് അമ്മ നോക്ക്. അമ്മയുടെ മകനെ അമ്മക്ക് വെച്ചിരിക്കുന്ന പണി എന്താന്ന്. അങ്ങനെ പത്മ അത് വായിക്കുകയാണ് കേട്ടോ. പത്മ അത് വായിച്ചുടനെ ഒരു ഞെട്ടൽ. എങ്കിലും കൂടി പത്മ അറിയോ, ഇതായിരുന്നു എന്താ അമ്മക്ക് എത്ര പുച്ഛം. അതൊന്നും കുഴപ്പമില്ല, അവൻ ഞാൻ നടത്തട്ടെ. അമ്മയെ തോൽപ്പിച്ച് അവൻ്റെ രജിസ്റ്റർ മാരേജ് നടത്താൻ ഒരുങ്ങുമെങ്കിൽ അവനെ ഒരുങ്ങട്ടെ, അതിന് യാതൊരു എതിർപ്പും എനിക്കില്ല. ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അന്ന് രജിസ്റ്റർ മാരേജ് നടത്താൻ അമ്മ അവിടെ തടയിടുകയാണല്ലോ ചെയ്തത്. ഇന്നെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്?
എടി ഒരാളിപ്പോൾ അവളെ വിവാഹം കഴിക്കണമെന്ന് കരുതി അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് കൂട്ടുക ചെയ്യുക. എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? എനിക്കിപ്പോൾ എങ്ങനെ എതിർക്കാൻ കഴിയും? എനിക്ക് യാതൊരു വിധത്തിൽ എതിർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവനത് നടത്തുകയാണെങ്കിൽ നടത്തിക്കോട്ടെ, നമുക്കൊന്നും ചെയ്യണ്ട. അമ്മയുടെ മനസ്സിൽ എന്തോ പദ്ധതിയുണ്ട്. അമ്മ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. എനിക്കറിയാം എന്താ പദ്ധതി. ഓ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിക്കോ എന്നും പറഞ്ഞ് പത്മ പോകട്ടോ. പക്ഷേ പത്മയുടെ മനസ്സിൽ ആ ഒരു വിവാഹം മുടക്കാനുള്ള പദ്ധതി അപ്പം തന്നെ കണക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ.